ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും P&B അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശാസ്ത്ര ക്വിസാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം, രക്തത്തിൽ കാൽസ്യം കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം. ഉത്തരം ടെറ്റനി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പക്ഷി. കാക്ക. പ്രപഞ്ചത്തിൻ്റെ സംക്ഷിപ്ത രൂപം എന്ന പുസ്തകം എഴുതിയത് സ്റ്റീഫൻ ഹോക്കിംഗ്. സ്വർണത്തിൻ്റെ ശുദ്ധതയെ നിർണയിക്കുന്ന യൂണിറ്റ്. കാരറ്റ്. റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷ പാളി. അയണോസ്ഫിയർ. ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവി. പാമ്പ്. മുമ്പോട്ടും പിമ്പോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി. ഹമ്മിങ് ബേർഡ്. വെള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏത്? ശുക്രൻ. ഗ്രീൻ വിട്രിയോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജെ തോംസൺ. കൃത്രിമ ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ടെഫ്ലോൺ. ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഫാൽക്കൺ. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ടൈറ്റൻ. ആൻറ്റി പൈററ്റിക് ആയി ഉപയോഗിക്കുന്ന രാസവസ്തു അറിയപ്പെടുന്ന പേര് പാരസെറ്റമോൾ. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു കെവ്ലാർ. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം പെരികാർഡിയം. ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവ ഗ്രന്ഥി തൈറോയിഡ്. കരളിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു സാന്തോഫിൽ. ഉരകങ്ങളെയും ഉഭയജീവികളെയും കുറിച്ചുള്ള പഠനമാണ് ഹെർപ്പറ്റോളജി. ലോകത്ത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഷഡ്പദമാണ് കടന്നൽ. ചന്ദ്രനിൽ ജലമുണ്ടെന്ന് തെളിയിക്കാൻ സഹായിച്ച ചന്ദ്രയാനിലെ ഉപകരണം മൂൺ മിനറോളജി മാപ്പർ. ആദ്യമായി ടെലസ്കോപ്പിലൂടെ കണ്ടെത്തിയ ഗ്രഹം യുറാനസ്. സൗരയൂഥത്തിലെ അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഭൂമി. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം ഓട്. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു മീഥൈൽ ഐസോസയനേറ്റ്. ക്ലോറോ അസറ്റോഫിനോൺ വ്യാപകമായി അറിയപ്പെടുന്നത് കണ്ണീർ വാതകം. സാധാരണ ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഉത്തല ലെൻസ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ്. കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി അളക്കുന്നതിനുള്ള യൂണിറ്റ് ടെസ്ല. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. ഉറുമ്പ് കടിച്ച ഭാഗത്ത് നീറ്റലുണ്ടാകുന്നത് ഏത് രാസവസ്തുവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്? ഫോർമിക് ആസിഡ്. മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം ഏത് രാസവസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്? ലൂസിഫറിൻ. ജിയോ എന്ന സസ്യത്തിൻ്റെ സവിശേഷത എന്ത്? ജീവിക്കുന്ന ഫോസിൽ. പോളിയോ വാക്സിൻ വികസിപ്പിച്ചെടുത്ത അമേരിക്കൻ ഭിഷങ്കുരൻ ആര്? ജോനാസ് സാൽക്ക്. ഹ്രസ്വദൃഷ്ടി അഥവാ ഷോർട്ട് സൈറ്റിൻ്റെ വൈദ്യശാസ്ത്രപരമായ പേര് എന്താണ്? മയോപ്പിയ. ഓറൽ പോളിയോ വാക്സിൻ പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ചത് ആര്? ആൽബർട്ട് സാബിൻ. അടുത്ത ചോദ്യം, രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ട ഉൽപാദനം. രാത്രികാലത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം.
സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ജെ.സി. ബോസ്. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് H5N1 വൈറസ്. ഏറ്റവും വേഗം കൂടിയ സസ്തനി ചീറ്റ. ഏറ്റവും വേഗം കുറഞ്ഞ സസ്തനി സ്ലോത്ത്. ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഗോതമ്പ്. ഭൂഗുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ്. ചലിപ്പിക്കാൻ കഴിയുന്ന മുഖത്തെ ഏക അസ്ഥി കീഴ്ത്താടി എല്ല്. 4 കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ആന. നിശാന്തതയുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വൈറ്റമിൻ എ. നീലവിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യോൽപാദനം. ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഗ്രിഗർ മെൻഡൽ. ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര ഏതാണ്? DNA. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ സി. സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി വികിരണം. ജീവകം K ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തു പച്ചിലക്കറികൾ. വിറക് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം കാൽസ്യം. ഉയരം കൂടുന്തോറും ബാരോമീറ്ററിലെ രസനിരപ്പ് കുറയുന്നു. നേത്രദാനത്തിനായി ഉപയോഗിക്കുന്ന ഭാഗം കോർണിയ. 60ാമത്തെ ചോദ്യം. പേപ്പട്ടി വിഷത്തിന് പ്രതിവിധി കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ. പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു കാർബൈഡ്. റിക്ടർ സ്കെയിൽ അളക്കുന്നത് ഭൂകമ്പ തീവ്രത. ഏതവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത്? വൃക്ക. പാചകവാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടെയിൻ. ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത്? കൽക്കരി. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യം. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ശരാശരി അളവ് എത്ര ശതമാനമാണ്? 0.03. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം സിലിക്കൺ. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം സൾഫർ ഡൈ ഓക്സൈഡ്. പ്രകാശം ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ശൂന്യസ്ഥലം. പുകയിലയിലെ വിഷാംശം നിക്കോട്ടിൻ. പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി ഹമ്മിങ് ബേർഡ്. വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ഇലകളിലെത്തിക്കുന്ന സസ്യകലകൾ സൈലം. കോശത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ഹരിതകണം. കോശത്തിൻ്റെ ഊർജ സംഭരണി എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. ബയോളജി അഥവാ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് ഏത് മൂലകത്തിൻ്റെ അയിരാണ്? യുറേനിയം. ലെൻസ്, പ്രിസം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിൻറ്റ് ഗ്ലാസ്. BCG വാക്സിൻ ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത്? ക്ഷയം. ഭക്ഷണത്തിനായി മറ്റൊരു ജീവിയെ ആശ്രയിക്കുന്ന ജീവി പരോപജീവി. ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം ടങ്സ്റ്റൺ. കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള ലോഹം വജ്രം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മാഗ്നീഷ്യം. പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ്. പ്രകൃതിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം
വജ്രം. ബൾബിൽ നിറയ്ക്കുന്ന വാതകം ആർഗൺ. ജ്വലനത്തെ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. വെളുത്ത സ്വർണം എന്ന് അറിയപ്പെടുന്നത് ഏത്? പ്ലാറ്റിനം. മെർക്കുറി വിഷബാധ മൂലമുണ്ടാകുന്ന രോഗം മീനമാത. സൂര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഹീലിയം. കുടിവെള്ള ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ക്ലോറിൻ. ചതുപ്പുവാതകം എന്നറിയപ്പെടുന്നത് മീഥേൻ. അഗ്നിശമനികളിൽ തീ അണയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഹൈഡ്രജൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയും മിശ്രിതമാണ് വാട്ടർ ഗ്യാസ്. ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ടിൻ, ലെഡ്. ആറ്റം എന്ന പേര് നൽകിയത് ആര്? ഡാൾട്ടൺ, ജോൺ ഡാൾട്ടൺ. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം വെള്ളി.